ഹായ്, പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. നമ്മൾ പണ്ടൊരിക്കൽ ഇട്ട വീഡിയോ തന്നെയാണ് കേട്ടോ. വീണ്ടും ഒന്നുകൂടി ആ വീഡിയോ അല്ല, വീണ്ടും ഞങ്ങൾ ആ സ്ഥലത്ത് വന്നു. വീണ്ടും ഒന്നുകൂടി ഒന്ന് വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. അതങ്ങനെ ഒന്നുകൂടി എടുക്കാനുള്ള കാരണം കണ്ടോ, എൻ്റെ കൊച്ചുമോള് വരുന്നുണ്ട്. കൊച്ചുമോളെ കൊണ്ടുവന്ന ഈ പരിസരം, ഈ പ്രദേശം കാറ്റാടിപ്പാറ അല്ലേ, അങ്ങനെയല്ലേ അവിടെ എഴുതിയായിരുന്നു, കാറ്റുപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഏകദേശം ഒരു ഡാമിൻ്റെ ഒപ്പം ഉണ്ട് ഈ മല. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഇടുക്കി ഡാം കാണാം. അതേ ഉയരത്തിലുള്ള ഒരു മലയാണ്. ആ മലയിലൊരു വിമാനം ഉണ്ട്. വിമാനം പണിത് വെച്ചിരിക്കുന്ന ഒരു വിമാനമാണ്. അത് കാണിക്കാൻ, അത് കുഞ്ഞിനെ കാണിക്കാൻ കൊണ്ടുപോവാണ്. ഇതാണ് കൊച്ചുമോള്. മകളാണ് വീഡിയോ എടുക്കുന്നത്. കൊച്ചുമോളെയും കൂടി കൂട്ടി രണ്ടുപേരെയും കൂടെ ഞങ്ങൾ വിമാനം കാണിക്കാൻ കൊണ്ടുപോവാണ്. അപ്പം വീണ്ടും ഞങ്ങളൊരു വീഡിയോ എടുത്തു നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഇവിടെ മുകളിലേക്ക് കയറി പോകുന്ന വഴികളൊക്കെ കാണിച്ച് വിമാനവും കാണിച്ച് തിരിച്ചു പോരുന്നത് വരെയുള്ള ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കുഞ്ഞിനൊരു ചാനലുണ്ട്, മീനാക്ഷി പന്തളം, അതാണ് ചാനലിന്റെ പേര്. കുഞ്ഞിന്റെ ചാനൽ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മീനു പന്തളം, മീനാക്ഷി പന്തളം. നമ്മുടെ രണ്ടാമത്തെ ചാനൽ, മറ്റേ ചാനൽ ഫോൺ മാറിയപ്പോ കുഞ്ഞിനെ ഒന്ന് പരിചയപ്പെടുത്തിയാലേ. അപ്പൊ എന്റെ പേര് മീനാണ്, അത് മീനാക്ഷി, എല്ലാവരും മീനു എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ നമ്മള് എന്റെ നാട് പന്തളാണ്. ഇവിടെയാണ് ഞാൻ ജനിച്ചത്. ഇതെന്റെ അമ്മനാടാണ്. എന്റെ അമ്മനാടാണ്. അപ്പോൾ നമ്മളവിടെ എയർപോർട്ടിൽ നിന്ന് എൻ്റെ എയറോപ്ലെയിൻ കാണാനായിട്ട് പോവുകയാണ്. എനിക്കും കൂടെ 5 കിലോമീറ്റർ ഉണ്ട് അമ്മച്ചി. 5 കിലോമീറ്റർ. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ആണ് കേട്ടോ ഇങ്ങോട്ടുള്ളത്. അപ്പോൾ പപ്പയാണ് ചക്കമാനൊക്കെ അങ്ങ് കയറിപ്പോയി ഒരാളെ ഏറ്റവും നിൽപ്പുണ്ട് കേട്ടോ. ആ പള്ളി ഏതാ? കരിമ്പം പള്ളിയാണത്. ആ, എന്നാ അതാന്ന് തോന്നുന്നു. ആ, നട്ട വെയിൽ തിരിക്കാതെ കണ്ണാ, നട്ട വെയിൽ. ഇരിക്കാൻ നല്ല സുഖമാണ്. എൻ്റെ ക്യാമറമാൻ ഞാൻ തന്നെയാണ്. അമ്മച്ചിയുടെ ക്യാമറമാൻ എൻ്റെ മമ്മയാണ്, അതായത് അമ്മയാണ്. ഇറങ്ങട്ടെ. ഇവിടെ അടുത്ത് പരിപാടി, അങ്ങോട്ടൊരു വീടും കൂടെ ഉണ്ട് ഗൈസ്. വളപൊളിച്ച് നിൽക്കുന്നു. ക്വാളിറ്റി ഞാൻ എട്ട എഴുതിയല്ലേ. കോൺടാക്റ്റിലെ റേറ്റ് പാടാടായി. ഇറങ്ങിക്കോ വാ. ഇതിനകം
ആ പെയിൻറ്റ് പഠിക്കുന്നുണ്ട്, അതിനകത്ത് ടൈല് പണി തീർന്നില്ലല്ലോ. അതിൻ്റെ ആണാണ്. അപ്പോൾ എയറോപ്ലെയിൻ്റെ ചിറകിന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതായി കാണുന്നത്. മഴയൊക്കെ മാറിയില്ലേ, ഇനി നന്നായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി നിർത്താനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതാണ് തൽക്കാലത്തേക്ക് പിന്നെ എയറോപ്ലെയിൻ ഉണ്ടാക്കിയ ആൾ താമസിക്കുന്ന വീട്. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അതേ ഇപ്പോൾ 2 ജീപ്പ് ആൾക്കാർ കയറി വന്നു, കാണുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അതിൻ്റേതായ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ജീപ്പ് വരുവാണെങ്കിൽ ഇവിടം വരെ അടുത്ത് വരും കേട്ടോ. ഇവിടെ നിന്ന് മുകളിലേക്കും കയറി പോകും ജീപ്പ്. അപ്പോൾ 2 ജീപ്പ് ആൾക്കാർ വന്ന് വിമാനമൊക്കെ കണ്ടതിന് ശേഷം അവർ വീണ്ടും മുകളിലേക്ക് കയറി പോകുന്നതാണ് ഈ കാണുന്നത്. കുത്ത് കയറ്റമാണ്. കാണിച്ചു തരാം, കുറച്ച് ഭാഗം കാണിക്കാം കേട്ടോ. മൊത്തം കയറിപ്പോകാൻ എനിക്ക് പറ്റത്തില്ല. ശരിക്കും കൈവിട്ട കളിയാണ് ഇങ്ങോട്ട് വണ്ടിയായിട്ട് പോകുന്നത്. നിറച്ച ആൾക്കാരും ഉണ്ട്. മരത്തെ കയറും പോലെയാണ് ജീപ്പ് ഓടിച്ചുകൊണ്ട് പാറപ്പുറത്തോടെ കയറി പോകുന്നത് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ആ പാറയുടെ മുകളിൽ വരെ ഒന്ന് നടന്നു പോയിട്ട് പിന്നെ അവിടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അല്ലാതെ നടന്നുകൊണ്ട് വീഡിയോ പിടിക്കലും നടക്കില്ല, കുത്ത് കയറ്റമാണ്. ഈ വിമാനം കാണിക്കാനാട്ടോ ഞാൻ വന്നത്. ഇത് എൻ്റെ മകളും കുഞ്ഞൂച്ചും ഒക്കെ കൂടി വന്നപ്പം എൻ്റെ വീഡിയോയിലാണ് ഈ വിമാനം കാണുന്നത്. അപ്പോൾ അന്നേ പറഞ്ഞിരിക്കുന്നത് നീ എപ്പോൾ ഇടുക്കി വന്നാലും അമ്മച്ചി എന്നെ വിമാനം കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് വൈകുന്നേരം പോരാൻ സമയമില്ലാത്തതുകൊണ്ടൊരു 12-1 മണിയായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട്. താഴെ വരെ ഞങ്ങൾ കാറിന് വന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ശരിക്കും കാറൊന്നും കയറി പോരില്ല കേട്ടോ. ഇതുണ്ട്, ഇതാണ് റോഡിൻ്റെ ഒരവസ്ഥ. പാറപ്പുറം ഇതിലെ ജീപ്പ് മാത്രമേ പോരത്തുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. പിള്ളേർ മകളും കൊച്ചും കൂടെ വിമാനത്തിൻ്റെ അകമൊക്കെ കണ്ടു നടക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. നട്ടുച്ചയാണ്, നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ഒരു വക മഞ്ഞ് പോലത്തെ കാണണം, ഒരു ക്ലാരിറ്റി വരുന്നില്ല കേട്ടോ. ഈ മുകൾ വശത്ത് ഏറുമാടം ഉണ്ടെന്നാണ് പറയുന്നത്. ഏറുമാടമുണ്ട്. പിന്നെ അവിടെ താമസിക്കുന്നവരുണ്ട് കേട്ടോ. അവിടെ നിന്ന് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ, എന്ത് സാധനം മേടിക്കണമെങ്കിലും, ഉപ്പ് പോലും ചുരുങ്ങിയത് മേടിക്കണമെങ്കിൽ തടിയമ്പാട് സിറ്റി വരണം. തടിയമ്പാട് സിറ്റി എന്ന് പറയുന്നത് തന്നെ ഇവിടുന്ന് നല്ലൊരു ദൂരമുണ്ട്. കിലോമീറ്ററായിട്ട് കണക്കൂട്ടി പറയാൻ എനിക്ക് പറ്റില്ല. എങ്കിലും ഇവിടെ നിന്നാൽ സിറ്റി കാണാം. പക്ഷേ അവിടെ നടന്ന് ചെല്ലണമെങ്കിൽ ഒരു 2 മണിക്കൂർ മിച്ചം പിടിക്കും, നന്നായിട്ട് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ പണി മാളിയത് തന്നെ. അപ്പോൾ കണ്ട, ഇനി ഞാൻ ഈ വിമാനത്തിൻ്റെ സൈഡ് വശം ഒന്ന് കാണിക്കാം, ഇതിനകം ഒന്ന് കാണിക്കാം. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് കിടന്ന് കാണിക്കട്ടെ. അവൾക്ക് ഭയങ്കര സന്തോഷം. ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ ചുറ്റും ഓടി നടക്കുക, പോരുന്നില്ല. അത് ഇഷ്ടം പോലെ നടന്നു, ചുറ്റും പുറം നടന്ന് വീഡിയോ പിടിക്കുവാണേ കുഞ്ഞ്. അവൾക്കൊരു കുഞ്ഞ് ചാനലുണ്ട്, അതിനകത്തിടണം. പിന്നെ പന്തളത്ത് കൊണ്ടുപോയി കൂട്ടുകാർക്കൊക്കെ സ്കൂളിലുള്ള അവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അവളുടെ അച്ഛനെ കാണിക്കണം. അച്ഛൻ പോകുന്നില്ലല്ലോ, അവന് അവധിയില്ലാഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ അച്ഛൻ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് അതിൻ്റേതായ തിരക്കിലാണേ. വേഗം കാണിച്ചു തരുന്നേ. കണ്ടോ, ആ വീട്ടിൽ നിൽപ്പുണ്ട്. മാജിക് പ്ലാന്റ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് കെട്ടിടം. അതിൻ്റെ പേരിട്ടേക്കുന്ന ഒരു മാജിക് പ്ലാന്റ്. അത് അവിടെ എഴുതിയിട്ടുണ്ട്, കാറ്റുപാറ ഇടുക്കി. ഇടുക്കിയിൽ വന്നിറങ്ങിയാൽ വിമാനപ്പാറ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്കെല്ലാം അറിയാം, എല്ലാവരും പറഞ്ഞു കൊടുക്കും വഴി ഇങ്ങോട്ട്. നല്ലൊരു കാഴ്ചയാണ്. ഇതുണ്ട്, ഈ വിമാനത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കുളം. ഇതിനകത്ത് നിറച്ച് മീൻ വളർത്തുന്നുണ്ട് അവർ. ഞാനാണെങ്കിൽ ഈ സ്പൂണും കൊണ്ട് ഇതിൽ സൂക്ഷിച്ച് നടക്കണേ. ഫോണെങ്ങാനും വെള്ളത്തിൽ ചാടിപ്പോയാൽ പിന്നെ അതോടുകൂടി എല്ലാം പോയി. എന്താ വിമാനത്തിൻ്റെ മുൻവശം ഇതാണ്. ഒരു ചിറക്. ആ ചിറകിനകത്ത് എപ്പോഴും നമ്മുടെ ആകാശത്തൂടെയൊക്കെ വിമാനം പോകുമ്പോൾ നമ്മളൊരു ലൈറ്റ് തെളിയും കിടുവും ചെയ്യുന്ന കാണുന്നുണ്ട്. അതുപോലെയാണ് ഇത് ഇവിടെ മിന്നി തെളിയുന്നത്.
അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ എനിക്ക് പേടിയാണേ. അവിടെ കുറേ വയറുകളൊക്കെ കിടപ്പുണ്ട്. ഇതിൻ്റെ കറണ്ടുള്ളതാണെങ്കിൽ അതോടുകൂടി തീരും. അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം. കണ്ടോ, ഇതാണ് ഇതുണ്ട് വിമാനം. ഇതിൻ്റെ അക്കരെ മലകൾ, ഇടുക്കി ഡാമൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ ഈ മലയെ കഴിഞ്ഞും താണാണ് ഡാമിൻ്റെ മലയും, അതായത് കുറവമലയും കുറത്തിമലയൊക്കെ ഈ മലയെ കഴിഞ്ഞും താണാണ് ഇരിക്കുന്നത്. നമുക്കിവിടെ നിന്നാൽ കാണാം, പക്ഷേ ക്യാമറയിൽ കാണുന്നില്ല, അല്ലാതെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. ഇടുക്കി ഡാമും ചെറുതോണി ഡാമിൻ്റെ മൂവശം കാണാൻ പറ്റുന്നുണ്ട്. 2 മലകൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പൈനാവ്, കുയിലുമല ഉണ്ട്, പാലക്കുളം മേട്, അങ്ങനെ ആ ഭാഗങ്ങൾ മൊത്തം. പിന്നെ ഇങ്ങോട്ട് പോയാൽ ഇങ്ങനെ തിരിഞ്ഞ് വന്നാൽ വെള്ളത്തൂര്, പള്ളിവാസൽ, ആനമുടി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. അതായത് ഒരേ മലകളാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്, ഓരോരോ മലകളാണ്. അപ്പം അതങ്ങേ അറ്റത്തുള്ളത് കാഴ്ചയിൽ. അങ്ങനെ എങ്ങോട്ട് നോക്കിയാലും കുറേ മലനിരകൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ കാറ്റുപാറ കേട്ടോ. ഇങ്ങോട്ട് ഇവിടെയൊക്കെ വന്ന ഇടുക്കിയിലേക്ക് ആരെങ്കിലുമൊക്കെ ടൂറൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിലെയൊക്കെ ഒന്ന് വന്ന് കണ്ടു കേട്ട് പോകാൻ താല്പര്യമുള്ളവർ വഴി എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ കമൻറ്റിൽ കൂടി പറഞ്ഞാൽ അതിൽ കൂടി തന്നെ വരാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. പഴയ കാലത്തെ ഏറുമാടം, ഇത് ഒരു ഓർമ്മ പുതുക്കലിനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. കാണുന്നവർക്ക്, ഇവിടെ വരുന്നവർക്കൊക്കെ ഈ ഏറുമാടം എന്താണെന്നൊക്കെ, വലിയ കൊക്കകൾ, അഗാധമായ കൊക്കകളെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതൊക്കെയാണ് ഈ കാണുന്ന സംഭവം. താഴോട്ട് നോക്കിയാൽ കാണുന്നത് എന്തുമാത്രം താഴ്ച ഉണ്ടെന്നറിയാം. ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് ഉരുണ്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൊടി പോലും കിട്ടത്തില്ല, അത്രയ്ക്കും അഗാധമായ കുഴിയാണ്. അതല്ല, വിമാനത്തിൻ്റെ ഉൾവശം കാണാൻ പോകാം. പിന്നെ ഇന്ന് നാളേക്ക് ആയിട്ട് ഇടണം നടത്തുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ വിമാനത്തിന്റെ അകത്തോട്ട് നമ്മൾ കയറി. ഇതാണ് ആ വിമാനം ഉണ്ടാക്കിയ അഞ്ച്. എൻ്റെ ഓഫീസിൻ്റെ പേര് ജോസ് ദേവസ്യ. എല്ലാവരും വിമലിടുക്കി എന്ന് വിളിക്കും. ബോർഡിലൊക്കെ എഴുതുന്നതിൻ്റെ തൂലികനാമമാണ് വിമലിടുക്കി. വിമലഗിരി, ഇടുക്കിയിലുള്ള വിമലഗിരിയും ഇടുക്കിയും കൂടെ കൂട്ടിയാണ് വിമലിടുക്കി എന്നുള്ള തൂലികനാമം സ്വീകരിച്ചത്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് ആയൊരു മജീഷ്യനാണ് നമ്മുടെ സ്വന്തം നാട്ടിലെ. മജീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ പറ്റി അറിയാവുള്ളൂ. ഈ മുറ്റത്തൊരു മജീഷ്യനുണ്ടെന്ന് പറയുമ്പോഴേ ഒരു അത്ഭുതമാണ്. നമ്മുടെ അങ്ങോട്ടൊക്കെ അങ്കിൾ വന്നിട്ടുണ്ട് പരിപാടി അവതരിപ്പിക്കാൻ. അപ്പം ഞാൻ കുഞ്ഞിനെ കാണിക്കാനായിട്ട് കട്ടി. അപ്പോൾ ഇതാണ് മോളും കൊച്ചുമോളും. ഞങ്ങൾ വിമാനം കാണാൻ വന്ന പാറയിലെ, കാറ്റുപാറയിലെ വിമാനം നിർമ്മിച്ച അങ്കിളും, അതായത് മജീഷ്യൻ, ഇടുക്കിയുടെ സ്വന്തം മജീഷ്യനാണ് വിമലിടുക്കി. അപ്പോൾ ഈ പുള്ളി ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ വിമാനം കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ കാണാനായിട്ട് കയറി വന്നു. പൂർത്തീകരിച്ചിട്ടില്ല, ഇനിയും പണിയുണ്ട്, ഇനിയും പണി ചെയ്യാനുണ്ട്. അപ്പം നല്ല വൃത്തിയായിട്ട് ആക്കിയിട്ടതിന് ശേഷം ഇവിടെ പിന്നെ പാസ്സൊക്കെ വെച്ചായിരിക്കും വിമാനം കാണിക്കുന്നത്. ഇപ്പം ഞങ്ങൾ വെറുതെ കാണിച്ചിട്ടൊക്കെ വിട്ടു കേട്ടോ. ഇനി ടൂറിസ്റ്റുകളൊക്കെ കയറി വരാൻ തുടങ്ങുമ്പോഴത്തേനും ചെറിയൊരു തുക പാസ്സൊക്കെ വെച്ചായിരിക്കും ഈ വിമാനം കാണിക്കുന്നത്. ഇവിടെ വിമാനം തന്നെയല്ല, മുകളിലേക്ക് കയറിപ്പോയ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ട്. നല്ല കാഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ ഒരു നട്ടുച്ച സമയമായതുകൊണ്ട് നല്ല വെയിലിന് കാഠിന്യമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടം വരെ വന്ന് നിർത്തി. അപ്പോൾ കൊച്ചിനെയും മോളെയും കൊണ്ടുവന്ന് കാറ്റുപാറയിലെ വിമാനമൊക്കെ കാണിച്ചു. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ചേട്ടനൊരു ഹായ് പറഞ്ഞു. ഹായ് പിള്ളേരുമായിട്ട് നിന്ന്. അപ്പോൾ ഓക്കെ. എന്നിട്ട് നീ എൻ്റെ പേര് ചോദിച്ചില്ല.
എനിക്ക് പേരില്ല പേരയ്ക്ക. വല്ലതും മനസ്സിലായോ? ഇല്ലേ? ഹിന്ദി പഠിച്ചല്ലേ. ആ, ഹിന്ദി പഠിച്ചു തുടങ്ങിയുള്ളൂ കേട്ടോ കൊച്ച്. അതുകൊണ്ട് കൊച്ചിന് ആ തീർച്ചയായിട്ടും അത് ഉറപ്പല്ല, ഞാൻ ഷെയറും ചെയ്യും. മീനുപ്പന്തളം വേറെ കുഞ്ഞിനത് ഉണ്ടായിരുന്നു. പക്ഷേ ചാനൽ പുതിയ അപ്പോൾ എൻ്റെ മക്കൾ വന്ന് വിമാനമൊക്കെ കണ്ടു. എല്ലായിടും ആകവും പുറവും എല്ലാം ചുറ്റി നടത്തും കണ്ടു. മലമുകളിലൊക്കെ പോയി വിമാന നിർമ്മിതിയുടെ ഓണറെയൊക്കെ കണ്ടു. അപ്പോൾ ഇതേ പിള്ളേരൊക്കെ എൻ്റെ ഫ്രണ്ട്സാട്ടോ, അവരെയും കണ്ട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങളിനി മല ഇറങ്ങാൻ പോവുകയാണ്. ഒന്നുകൂടി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുമുണ്ട്, വിശദമായിട്ടൊരു വരവ് കേട്ടോ. ആ ഓക്കെ. നല്ല വെയിലാണ്, അതിൻ്റെ ഒരു നല്ല അതിൻ്റെ ഒരു കാഠിന്യം, കാരണം കണ്ണിനകത്തേക്കേ സൂര്യൻ കുത്തുന്നു, ചൂട് ഭയങ്കരം.